അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ന്യൂ ഫയൽ എടുത്തിട്ട് തൽക്കാലത്തേക്ക് നമുക്ക് 8 ഇഞ്ചും 11 ഇഞ്ചും ഇട്ടിട്ട് ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻ്റ് എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് വരയ്ക്കുക. ഓക്കെ, റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് വരച്ചിട്ട് ഞാൻ അതിനെ ജസ്റ്റ് അങ്ങോട്ട് മുകളിലോട്ട് മൂവ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് സ്ട്രോക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയുക, ഫില്ല് മാത്രം ഇടുക. ഓക്കെ, ഞാനിപ്പോൾ ഏത് ഫില്ല് ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്, ഗ്രേഡിയൻ്റ് ആണ്. സോ ഒരു പ്രാവശ്യം ഇതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഗ്രേഡിയൻ്റ് വന്നു. സ്വാച്ചസും എടുത്ത് വെച്ചേക്കുക. സ്വാച്ചസ് എവിടെ നിന്ന് എടുക്കാം, വിൻഡോയ്ക്കകത്ത് സ്വാച്ചസ് ഉണ്ട്, വിൻഡോയ്ക്കകത്ത് സ്വാച്ചസ് ആഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു ലൈറ്റ് ബ്ലൂ കളർ ഫസ്റ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, രണ്ടാമത് ഇങ്ങേ അറ്റത്ത് ഡാർക്ക് ബ്ലൂ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ടിൻറ്റ് വന്നിട്ടുണ്ട്. വീണ്ടും ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു വൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈറ്റ് കളർ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, എന്നിട്ട് ഇത് എന്നിട്ട് ഈ വൈറ്റിനെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വൈറ്റിനെയും ഇതിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മറിച്ച് വൈറ്റിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഒപ്പാസിറ്റി തൽക്കാലം ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, 100 അടിച്ചു. പിന്നെ ഒരു വൈറ്റും കൂടെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൻ്റെ അകത്ത് വൈറ്റിനെ ഡ്രാഗ് ചെയ്ത് വീണ്ടും ഇതിൻ്റെ അകത്ത് ഇടാം. അപ്പോൾ ഏത് രീതിയിൽ വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യാം, വീണ്ടും ഈ ഒരു കളറുണ്ടല്ലോ, ഈ കളറിൻ്റെ തൊട്ട് ബാക്കിലുള്ള കളറിലോട്ട് ഇതിനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വൈറ്റിന് പകരം സ്വല്പം ഒരു ആഡ് ചെയ്യാം, ഒരു ഗ്രേ കളറും കൂടെ ആഡ് ചെയ്യാം. ഗ്രേ ആണെങ്കിൽ വൃത്തിയുടായിപ്പോൾ കുറച്ചും കൂടി ഒരു ഇൻറ്റൻസിറ്റി കൂടിയ ഒരു കളർ ആഡ് ചെയ്യാം. ഇല്ല, എത്ര ആഡ് ചെയ്താലും ആ വൈറ്റിൻ്റെ ആ ഒരു ഫീല് കിട്ടത്തില്ല. ഇല്ല, നമ്മൾ ആ വൈറ്റിലോട്ട് വരുന്ന ആ ഒരു ഗ്രേഡിയൻ്റാണ്, മീൻസ് ആ ഒരു കളർ ടിൻ്റാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ വേണ്ട, ഇത് തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഇതിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനെ ലോക്ക് ചെയ്യണം, ഈ ഒരു ലെയറിനെ ലോക്ക് ലെയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഈ ലെയറിൻ്റെ അകത്ത് ഞാനൊരു പുതിയ ക്രിയേറ്റ് ചെയ്തു, ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്തുനിന്നൊരു എലിപ്സ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഗ്രേഡിയൻറ്റോട് കൂടിയാണ് വരുന്നത്. അപ്പം ഈ ഗ്രേഡിയൻറ്റിൻ്റെ ഇനിയും വീണ്ടും നമുക്ക് ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു ഡീഫോൾട്ട് ഗ്രേഡിയൻ്റ് ഇതിൻ്റെ അകത്തുള്ള എടുക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഈ സ്വാച്ചസിൻ്റെ അകത്തിന് ഡീഫോൾട്ട് ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് കാണും. ഞാൻ ഇതിലും ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഓൾറെഡി ഒരു ഗ്രേഡിയൻറ്റ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് എൻ്റെ ഇടയിലൂടെ ഇടാം. ഓക്കെ, അതേപോലെ ഇതിന് റേഡിയലാക്കാം. കണ്ടോ, അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫീൽ വന്നില്ലേ. ഇനി റേഡിയലിനെ സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് എത്രത്തോളം മൂവ് ചെയ്യണം ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തു. അപ്പോൾ രണ്ടും ഒരേപോലെ ഇരിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഡെപ്തിലേക്ക് ഇത് കയറി പോകുന്ന രീതിയിൽ ഇങ്ങനെ ആക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഗ്രേഡിയൻറ്റ് ടു രണ്ടാമത്തെ ഗ്രേഡിയൻ്റ് വേണമെങ്കിൽ ഇത് വീണ്ടും കുറയ്ക്കാം, കൂട്ടാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് ബ്ലെൻഡ് ഓപ്ഷൻ, അതിൻ്റെ അകത്ത് ഏതാണ് സ്പെസിഫൈ സ്റ്റെപ്സ്, ഞാനൊരു 500 സ്റ്റെപ്പ് കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. എന്നിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ, ആ ഒരു ഗ്രേഡിയൻ്റെ ഫീല്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓക്കെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനങ്ങ് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ തന്നെ കോപ്പി എടുക്കുക. അപ്പോൾ രണ്ടും ഒരേപോലെ കിട്ടും. രണ്ടും സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ് ബ്ലെൻഡ് മേക്ക് ബ്ലെൻഡ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അത് നിങ്ങളുടെ ചോയ്സ്, ഏത് രീതിയിലുള്ള ഇത് വേണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ ഒരു മിഡിൽ ഒരെണ്ണം വെച്ച് കൊടുക്കാം. കണ്ടോ, ഈ മിഡിൽ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് ആ മിഡിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കൂട്ട് ചെയ്യാം. നമുക്കിത് രണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ്. ഓക്കെ, അപ്പോൾ ഈ മിഡിൽ ഒരെണ്ണം വന്ന് ഇനി ഇതും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ്. ആ ഒരു ഏരിയക്കകത്തുള്ളത് മാത്രം നമുക്കറിയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ കളറാണെങ്കിൽ വേറെ കളർ കൊടുക്കാം. കാരണം ഈ ഏരിയക്കകത്തുള്ളത് ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ബ്ലെൻഡ് ചെയ്യാൻ നേരത്ത് പ്രോപ്പറായിട്ട് അറിയത്തില്ല. ഓക്കെ, ഇതിന് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഇത് രണ്ടെണ്ണം മതി. ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡ് മേക്ക് ബ്ലെൻഡ്. ഓക്കെ, ഇങ്ങനെ ഇരുന്നോട്ടെ തൽക്കാലം. ഇതല്ല നമ്മൾ ഔട്ട്പുട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലെറ്റർ എൻ്റെ അകത്ത് ടൈപ്പ് ചെയ്തേ. ഞാൻ എസ് എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാനിതിനെ വലുതാക്കി. ഓക്കെ, എസ് എന്ന് പറഞ്ഞ ലെറ്ററിനെ ആദ്യം ഞാൻ
ഫില്ല് റിമൂവ് ചെയ്തിട്ട് ഒരു സ്ട്രോക്ക് ആഡ് ചെയ്തു. ഓക്കെ, സ്ട്രോക്ക് ആഡ് ചെയ്ത് ഇതിപ്പോൾ എന്താണ്, ഇനി എനിക്ക് വീണ്ടും ഇതിനെ എഡിറ്റ് ചെയ്യാം. കാരണം എന്താണ്, ഇതൊരു സാധാരണ ലെറ്ററാണ്. സോ ഇവിടെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഔട്ട്ലൈൻ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ലെറ്റർ എന്തായിട്ട് കൺവേർട്ടായി, ഔട്ട്ലൈനായിട്ട് കൺവേർട്ടായി. ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് എസ്സിൻ്റെ മൊത്തത്തിലുള്ള സംഭവം വേണ്ട, എനിക്ക് എസ്സിനെ ബ്രേക്ക് ചെയ്യണം. എസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് സെലക്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇനി നേരെ ഇവിടെ വരുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതാ ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. സെലക്ട് ചെയ്യുക, ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. അത് നമുക്കങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. പക്ഷേ ഇങ്ങനെ റിമൂവ് ചെയ്താൽ ഇത് പോവില്ല. പകരം റൈറ്റ് ക്ലിക്ക് അൺഗ്രൂപ്പ്, എന്നിട്ട് നമുക്കൊന്ന് മൂവ് ചെയ്യാം. അൺഗ്രൂപ്പ് ചെയ്താലും ഇത് മൊത്തത്തിൽ പോവില്ല. നമ്മൾ ഇതിനൊരു കോമ്പൗണ്ടൻ്റ് ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ റൈറ്റ് ക്ലിക്ക് റിലീസ് കോമ്പണൻറ്റ് പാത്ത്. പക്ഷേ കോമ്പണൻറ്റ് പാത്തായിട്ട് ഇരിക്കുന്നതാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, റിലീസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് റിലീസായി. ഇനി നിങ്ങൾ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്നൊരു ഗ്യാപ്പായി, ഇവിടെ നിന്നൊരു ഗ്യാപ്പായി. ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഒരു ഗ്യാപ്പായി. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ എസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഒരെണ്ണം എനിക്ക് വേണ്ട, അത് ഞാൻ റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത് നിങ്ങൾക്ക് വരച്ചെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാനിതിപ്പോൾ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, വരച്ചെടുക്കാതെയും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇതും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് റീപ്ലേസ് സ്പ്ലൈൻ അല്ലെങ്കിൽ സ്പൈൻ, റീപ്ലേസ് സ്പൈൻ. സോ ഇത് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റിൻ്റെ അകത്ത് റീപ്ലേസ് സ്പൈൻ, അത് ബ്ലെൻഡിൻ്റെ അകത്താണ് റീപ്ലേസ് സ്പൈൻ. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ കണ്ടോ, ഇത് രണ്ടും ഇതിൻ്റെ ടോപ്പിൽ വന്നിരുന്നു അല്ലേ. ഇപ്പോൾ നമുക്ക് ആ ഒരു എസ്സിൻ്റെ ആ ഒരു നമ്മളെ കൃത്യമായിട്ടുള്ളൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകത്ത് പോയിട്ട് ഇതിൻ്റെ ഷേപ്പ് ചെറുതാക്കാം, വലുതാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. കണ്ടോ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇത്രയും ഏരിയക്കകത്ത് മാത്രം കളർ മാറി. വീണ്ടും അടുത്ത് വേറൊരു കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി എല്ലാം നമുക്ക് പോസിബിളാണ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ. കണ്ടോ, ഒരു കളറ് വേറൊരു കളറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ മതി എന്നുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കുക. കണ്ടോ, ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു വേരിയൻറ്റ് കിട്ടും. മനസ്സിലായ സംഭവം? ഏത് ഭാഗത്ത് വരച്ചിട്ട് ബ്ലെൻഡ് ചെയ്താലും പോസിബിളാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് തിരിച്ചിറങ്ങിയിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്ട്രോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡിസ്ട്രോട്ട് ആൻഡ് ട്രാൻസ്ഫോം. അതിൻ്റെ അകത്ത് നമുക്ക് റഫൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്ട്രോട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് റഫൺ. ഓക്കെ, നമുക്ക് ഈ റഫൺ എന്ന് പറഞ്ഞൊരു ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് റഫൺ ആയിട്ടുണ്ട്. നോക്കിയേ, ഇതിൻ്റെ സൈസ് നമുക്ക് സ്വല്പം ഒന്ന് കൂട്ടാം. ഉണ്ടോ, ഡീറ്റെയിൽ കൂട്ടും തോറും നമുക്ക് ആ ഒരു പക്ക സംഭവം നമുക്ക് കിട്ടും. പക്ഷേ അത് ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നോക്കി ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇപ്പോൾ സ്മൂത്ത് ആണെങ്കിൽ സ്മൂത്ത് ആയിട്ട് കിട്ടും, മറിച്ച് നിങ്ങൾക്ക് കോർണർ ആണെന്നുണ്ടെങ്കിൽ കോർണറായിട്ട് കിട്ടും. ഞാൻ ഓക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്കിതാ ഈ രീതിയിലുള്ള ഒരു ഫർ പോലത്തെ ഒരു സംഭവം നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ, ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ലെറ്റർ വെച്ചിട്ടാണ് ചെയ്തത്. അതേപോലെ നമുക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് ട്വീക്ക് ചെയ്ത് കൊണ്ടുവരാം, ലെറ്റർ ട്വീക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിനെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം, റീ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ അകത്ത് പോസിബിളാണ്. എങ്ങനെ വേണം നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം, മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഞാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലെറ്റർ വെച്ചല്ല ചെയ്യുന്നത്, പകരം ബാക്കിയെല്ലാം സെയിം തന്നെ. ഇപ്പോൾ എലിപ്സ് ടൂളൊക്കെ വരയ്ക്കുന്നതെല്ലാം സെയിം തന്നെ. സെലക്ട് ചെയ്യുക, ബാക്കിയെല്ലാം കോമൺ ആണ്. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നു, രണ്ടും കൂടെ സെലക്ട് ചെയ്യുന്നു, ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ്. ഓക്കെ, ബാക്കിയെല്ലാം കോമൺ ആയിട്ടുള്ള സംഭവമാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റ് ബ്രഷ് ടൂൾ കണ്ടോ, ഈ പെയിൻറ്റ് ബ്രഷ് ടൂൾ വെച്ചിട്ട് നമുക്ക് ചുമ്മാ ഒന്ന് വരയ്ക്കാം. ഇങ്ങനെ നോക്കിയേ, ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതിനെ എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിപ്പോൾ എന്താണ്, സ്ട്രോക്ക് ആണല്ലോ അല്ലേ, ഇത് സ്ട്രോക്ക് ആയിരിക്കണം. ഓക്കെ, ഇനി ഇതും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ് അല്ല, ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് റീപ്ലേസ് സ്പൈൻ. ഓക്കെ, ഇങ്ങനെ ചാടിയല്ലോ.
അപ്പോൾ ഡയറക്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് സ്പ്ലൈനിലോട്ട് കയറിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, അതെല്ലാം എഡിറ്റ് ചെയ്യാം. കണ്ടോ, ആ ഒരു കളറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇതെനിക്ക് വേണ്ട, ഫുൾ ഒരു കളർ മതി എന്നുണ്ടെങ്കിൽ ഒരു കളർ, അല്ല ആ കളർ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കളറിനെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ തിരിച്ചിറങ്ങിയിട്ട് ഒറിജിനിലോട്ട് വന്നു, ഈ ഒരു ഇതിലോട്ട് വന്നു. അല്ല, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് മാത്രം എനിക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് മുകളിലോട്ടാക്കണമെങ്കിൽ ഇത് മുകളിലോട്ടാക്കാം. അതിന് കണ്ടോ, ഈ ഷേപ്പ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആണെങ്കിൽ ഞാനൊന്ന് സ്വല്പം ഒന്ന് വലുതാക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റിൻ്റെ അകത്ത് ഏതാണ്, ഡിസ്ട്രോട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ഏത് കൊടുക്കാം, റഫൺ. എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്ട്രോട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് റഫൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ ആണ് വേണ്ടത് ആ വാല്യൂ അനുസരിച്ച് നമ്മളിതിനെ മൂവ് ചെയ്ത് കൊടുക്കുക. മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. ഡീറ്റെയിലാണ് കാര്യം ഇരിക്കുന്നത്. ഡീറ്റെയിൽ കൂടുന്തോറും നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് സംഭവം കിട്ടും. ഡീറ്റെയിൽ കുറയും തോറും ആ ഫറിൻ്റെ ആ ഒരു സംഭവം എന്താണ്, നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. കിട്ടൂല എന്നല്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, ഞാൻ ഓക്കെ എടുത്തു, മതി, ഇത്രയും ഇനഫാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഉണ്ട്, അതിപ്പം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് കിട്ടി. ഇനി നിങ്ങൾക്ക് ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഈ എഡ്ജിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഡ്ജ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സ്കെയിൽ ചെയ്ത് ചെറുതാക്കാം. കേട്ടോ, അപ്പോൾ നമ്മൾ ആ ഒരു എഡ്ജ് മാത്രം സ്കെയിൽ ചെയ്ത് ചെറുതാക്കി. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടർ പോലത്തെ ഒരു സംഭവം വരയ്ക്കുകയാണ്. ക്യാരക്ടർ അല്ല വരയ്ക്കുന്നത്, ഒരു സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം, ഒരു എലിപ്സ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഈ ഒരു എലിപ്സ് ടൂൾ ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊരു വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഒരു വൈറ്റ് കളർ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊരു എലിപ്സ് ടൂൾ എടുത്തിട്ട് വീണ്ടും വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്കൊരു, ഇപ്പോൾ ഗ്രേഡിയൻ്റ് തന്നെ വേണം കേട്ടോ, ഗ്രേഡിയൻ്റ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ഗ്രേഡിയൻ്റ് കൊടുത്തു, അതിൻ്റെ അകത്ത് ഞാനൊരു ബ്ലാക്ക് കളർ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിനെ സ്വല്പം ഒന്ന് വലുതാക്കി. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയും കൂടെ എടുത്തു, ഓൾട്ട് ഹോൾഡ് ചെയ്ത്. എന്നിട്ട് അതിന് നമുക്ക് വീണ്ടും ഞാൻ ഗ്രേഡിയൻ്റ് കൊടുത്തു. ആ ഗ്രേഡിയൻറ്റിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെയും ക്ലിക്ക് ചെയ്തു. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാനതിനെ വൈറ്റാക്കി. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ വൈറ്റാക്കി. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ ഇതിൻ്റെ ഒന്ന് ബ്ലാക്ക് ആക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് റേഡിയൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആ റേഡിയലിനെ ഞാൻ എടുത്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നല്ലവണ്ണം ചെറുതാക്കി ഈ ഒരു ഏരിയക്കകത്ത് വെച്ച് കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അത് നിങ്ങളുടേതായിട്ടുള്ള രീതി നിങ്ങൾ ട്വീക്ക് ചെയ്താൽ മതിയേ. അപ്പോൾ ഞാൻ അതിനെ Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം എടുത്ത് ഇവിടെ വെച്ച് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ ഗ്രൂപ്പല്ലേ, ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത് ആ ഒരു പെയിൻറ്റ് ടൂൾ വെച്ചിട്ട് നമുക്കിങ്ങനെ വരയ്ക്കാം. ഏതിട്ട് വേണോ വരയ്ക്കാം, ബ്രഷാണെങ്കിൽ ബ്രഷ്, പെന്നാണെങ്കിൽ പെന്ന്, നിങ്ങൾക്ക് ഏത് ടൂളാണ് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് അത് വെച്ച് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിലും എന്ത് കൊടുക്കാം, ഈ ഒരു ഫറിൻ്റെ ഒരു സംഭവം ഇതിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ കളർ വേണമെങ്കിലും ഒന്ന് മാറ്റാം. കളർ മാറ്റിയിട്ട് ആ ഒരു ഏരിയക്കകത്ത് നമുക്ക് ഇതിങ്ങനെ ഒരു ഫറിൻ്റെ കളർ വേണമെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഫർ അടിച്ചു കൊടുത്താൽ മതി. സെലക്റ്റിൻ്റെ അകത്ത് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് റഫൺ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു സംഭവം നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിക്കാം. പക്ഷെ അതുപോലെ വൃത്തികേടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ നോക്കി ചെയ്യുക, എന്താണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ബ്ലാക്ക് തന്നെ കൊടുക്കുകയാണ് ഈ ഭാഗത്ത്. ഓക്കെ, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വരയ്ക്കാനുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ വരച്ച്, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നമുക്ക് ട്വീക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ യൂണിഫോം മാറ്റിയിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള സംഭവമാണ് നമുക്ക് വേണ്ടത് ആ രീതിയിലൂടെ എഡ്ജസിലൂടെ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഇതിപ്പോൾ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, കാരണം ഇതൊരു കർവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്പാൻഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? എക്സ്പാൻഡ് അപ്പിയറൻസ്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിനൊന്ന് സ്ട്രോക്ക് ആക്കാം. എന്നിട്ട് നമുക്ക് ഫില്ലിനെ അങ്ങ് ഒഴിവാക്കാം.
എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റാം. ഇതിൻ്റെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഫില്ലാണെന്നുണ്ടെങ്കിൽ ഫില്ലിൽ ചേഞ്ച് ചെയ്യാം, സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ടൂളാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് പെൻ ടൂളാണെങ്കിൽ എന്ത് ചെയ്യാം, പെൻ ടൂളാണെങ്കിൽ പെൻ ടൂൾ ഇട്ട് വരയ്ക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഷേപ്പ് മാറ്റിയെടുക്കാം. ഇതാണെങ്കിൽ ഇങ്ങനെ അപ്പിയറൻസ് എല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ക്യാരക്ടേഴ്സിന് അങ്ങനെയുള്ള കാര്യത്തിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ കാലാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഷേപ്പ് വരയ്ക്കുക. ഷേപ്പ് വരച്ചിട്ട് നമുക്ക് ഇതേപോലെ കാലിൻ്റെ ഷേപ്പിൽ ഒബ്ജക്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് ഏതാണ് ഇപ്പോൾ ഉപയോഗിച്ചത്, റഫൺ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചത് അല്ലേ. ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് റഫൺ. ഓക്കെ, അടുത്തത് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് തന്നെ എഴുതിക്കോ. അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു, അതിൻ്റെ അകത്തൊരു കളർ കൊടുക്കുന്നു. ഓക്കെ, എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്ട്രോട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ട്വീക്ക്. ഇതിപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഏരിയക്കകത്ത് നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്കത് ഇങ്ങനെ ട്വീക്ക് ചെയ്യാം. നോക്കിയേ, ഇപ്പോൾ ഓക്കെ എടുത്തു കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കറങ്ങി വന്നിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റിൻ്റെ അകത്ത് നമുക്ക് ഡിസ്ട്രോട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് വേണമെങ്കിൽ റഫൺ കൊടുത്തെടുക്കാം. കണ്ടോ, ഏത് ഷേപ്പ് കിട്ടിയാലും ഒരുപാട് ഇങ്ങനെ സൈസ് പോയാൽ അത് ഇങ്ങനെ പോവേ. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് വേണം പിടിക്കാൻ. വളരെ മൈന്യൂട്ടായിട്ട് പിടിച്ചിട്ട് പിന്നെ ഡീറ്റെയിൽ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രശ്നം വരത്തില്ല. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ഒരു കാര്യം മാത്രമേ നോക്കിയുള്ളൂ. ഏതാണ്, എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്ട്രോട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ഏതാണ് നോക്കിയത്, ട്വീക്ക്. അടുത്ത നമ്മൾ നോക്കുന്ന ട്വിസ്റ്റ്. നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ 180 ഡിഗ്രിയൊക്കെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് അത്ര നമുക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് വരയ്ക്കാം. എന്നിട്ട് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്ട്രോട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ഏതാണ്, ട്വിസ്റ്റ്. നമുക്ക് ട്വിസ്റ്റിൻ്റെ ആംഗിൾ 90 കൊടുക്കാം. പ്രിവ്യൂ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇനി 180 കൊടുത്താലോ, വാല്യൂ ഇങ്ങനെ കൂട്ടി കൂട്ടി നമുക്ക് കൊടുക്കാം. 360 കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ എത്ര ആംഗിൾ നിങ്ങൾക്ക് വേണോ അത്രയും ആംഗിൾ നിങ്ങൾക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എഫക്റ്റ് കിടക്കുന്നത് എഫക്റ്റിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, റഫൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് നമുക്ക് ഇതിലോട്ട് ബ്ലെൻഡ് ചെയ്യാം. അതാണ്ടോ. ഓക്കെ, ഡീറ്റെയിൽ ആണെങ്കിൽ ഡീറ്റെയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ഏത് രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. ഓക്കെ, ഞാൻ തിരിച്ചു വന്നു. അടുത്തത് വീണ്ടും എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്ട്രോട്ട് ആൻഡ് ട്രാൻസ്ഫോം സിഗ്സാഗ്. ഓക്കെ, അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സിഗ്സാഗിൽ. അതേപോലെ റിജിഡ്സ് പെർ സെഗ്മെൻറ്റ് അത് നമുക്ക് കൂട്ടാം. ഇതാണ്ടോ, റിജിഡ്സ് പെർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ എഡ്ജസ് ഉണ്ടല്ലോ, 4 കോർണറിൻ്റെ അകത്ത് എഡ്ജസ് ഉണ്ട്. അപ്പോൾ ആ എഡ്ജസിൻ്റെ അകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോരാത്തതിന് ഇതിൻ്റെ അകത്ത് അല്ലാതെ എഡ്ജുണ്ട്. അപ്പോൾ 3 3 6 എന്താണ് വെർട്ടക്സ് 1 2 3 3 3 6 7 8 8 ഉണ്ട്. 8 വെർട്ടക്സ് ഉണ്ട്. 8 വെർട്ടക്സ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എഡ്ജസിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ട്വീക്ക് ചെയ്ത് തരും. നോക്കിയേ, സ്മൂത്ത് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ചെയ്യാം. സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സൈസും അഡ്ജസ്റ്റ് ചെയ്യാം. റിലേറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ്, അബ്സല്യൂട്ട് ആണെങ്കിൽ അബ്സല്യൂട്ട്, സ്മൂത്തും കോർണറും ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇതിനെ നമുക്ക് വീണ്ടും ട്വീക്ക് ചെയ്യാം. ഡിസ്ട്രോട്ട് ആൻഡ് ട്രാൻസ്ഫോം റഫൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ റഫൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അടുത്തത് എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്ട്രോട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ഫ്രീ ഡിസ്ട്രോട്ട്. അതൊന്നുമില്ല, നമുക്കിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഡിസ്ട്രോട്ട് ചെയ്യാം. കണ്ടോ, അകത്ത് കണ്ടുകൊണ്ട് നമുക്ക് ഡിസ്ട്രോട്ട് ചെയ്യാം. ഇതിനെ ഒക്കെ എടുത്തു കഴിയുമ്പോൾ അത് അവിടെ നിന്ന് ഡിസ്ട്രോട്ട് ആവും. അതിനെക്കാട്ടി ഭേദം നമുക്ക് എന്താണ്, ട്രാൻസ്ഫോം വെച്ചിട്ട് ഡിസ്ട്രോട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പുക്കർ ആൻഡ് ബ്ലോട്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഒബ്ജക്റ്റ് ഈ ഒരു സ്റ്റൈലിൽ മാറും. ഉണ്ടോ, പുക്കർ ആൻഡ് ബോൾട്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു റൗണ്ടിൽ ചെയ്താലും കുഴപ്പമില്ല. എലിപ്സ് ടൂൾ എടുത്തിട്ട് വരയ്ക്കുന്നു. എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് എന്താണ്, പുക്കർ ആൻഡ് ബ്ലോട്ട്. കണ്ടോ, അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പകുതി വെച്ച് ഇവിടെ നിന്നിട്ടേ നമുക്ക് വീണ്ടും ചെയ്യാം. ഇതിപ്പോൾ പുക്കർ ആൻഡ് ബോൾട്ടാണ് കൊടുത്തത്. എന്നിട്ട് പുക്കർ ആൻഡ് ബോൾട്ട് എടുത്തിട്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ട്വിസ്റ്റ് ചെയ്യാം. കണ്ടോ,
ഇപ്പോൾ 360 ആണെങ്കിൽ 360ൽ നമുക്ക് ഇങ്ങനെ ട്യൂക്ക് ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ഡിസ്റ്റോർട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് റഫണ്ട് ചെയ്യണമെങ്കിൽ അതിനെ റഫണ്ടും ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. കണ്ടോ, ഈ ഒരു ഷേപ്പ് ആണെങ്കിൽ ഈ ഒരു ഷേപ്പായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഞാൻ വീണ്ടും നേരത്തെ പോലെ ഒരു ബ്രഷ് ടൂൾ എടുത്ത് ജസ്റ്റ് വരയ്ക്കുന്നു. ഇതിനെയും കൂടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എന്ത് കൊടുക്കാൻ, ഇതും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത്, കണ്ടോ ഇതിപ്പം ആക്റ്റീവ് അല്ലേ, ബ്ലെൻഡ് ഓപ്ഷൻ ആക്റ്റീവ് അല്ല, കാരണം ബ്ലെൻഡ് അല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യുന്നതിൻ്റെ അകത്ത് എഡിറ്റിൻ്റെ അകത്ത് ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്പാൻഡ് അപ്പിയറൻസ് ഒന്ന് കൊടുത്തു നോക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് കണ്ടോ എക്സ്പാൻഡ്, കാരണം നമ്മൾ ആ സംഭവം ഒന്നും ചെയ്തിട്ടില്ല, ബ്ലെൻഡ് ചെയ്തിട്ടില്ല. ബ്ലെൻഡ് ഓപ്ഷൻ ചെയ്താൽ മാത്രമേ അത് നമുക്ക് ആക്റ്റീവ് ആവുള്ളൂ. മനസ്സിലായി? അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ഓപ്ഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. കണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു കളർ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടിനെയും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് ബ്ലെൻഡ് ഓപ്ഷൻ 500 ഓക്കെ എടുത്തു. ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയല്ലോ നമുക്ക്. ഇനി ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് റീപ്ലേസ് ബൈ. ഇപ്പോൾ ഇതിങ്ങനെ കയറിപ്പോയി മുകളിലോട്ട്. മനസ്സിലായോ? അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ചെറിയൊരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ളായിരുന്നു. ഓക്കെ, ഞാനപ്പോൾ അത് ഏതായിരിക്കും റീപ്ലേസ് ആവുന്ന? ബ്ലെൻഡ് ചെയ്ത ഒബ്ജക്റ്റ് മറ്റേ ഒബ്ജക്റ്റിലോട്ട് റീപ്ലേസ് ആവും. ബ്ലെൻഡ് ചെയ്ത ഒബ്ജക്റ്റ് മറ്റേ ഒബ്ജക്റ്റിലോട്ട് റീപ്ലേസ് ആവും. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ നമുക്ക് ഫില്ല് മാറ്റാമേ. ഫില്ല് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ട്രോക്ക് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് സ്ട്രോക്ക് കൊടുത്തു. ഒന്നിൻ്റെ അകത്ത് ഫില്ലും ഒന്നിൻ്റെ അകത്ത് സ്ട്രോക്കും രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ്. എന്നാലും ഇങ്ങനെ വരുള്ളൂ. കാരണം എന്താണ്, ഫില്ലാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഇതിനെ എടുത്ത് കളഞ്ഞിട്ട് വേറൊരു കളർ കൊടുത്തു. ഇപ്പോൾ 2 കളറായി. ഇനി രണ്ടും സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ് ബ്ലെൻഡ് മേക്ക് ബ്ലെൻഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് കുറച്ച് കൊടുക്കുക. ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് ബ്ലെൻഡ് ഓപ്ഷൻ 500 കിടക്കണം, ഞാൻ 100 കൊടുത്തു. ഓക്കെ, ഒബ്ജക്റ്റ് ബ്ലെൻഡ് മേക്ക് ബ്ലെൻഡ്. എന്നാലും അതിൻ്റെ ഒരു ഇത് കൂടി തന്നെയാണ് കിടക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഡിസ്റ്റൻസ് സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കാം ഇങ്ങോട്ട്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്പാൻഡ്. ഓക്കെ, ഇതിനെ സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഏതാണ്, എക്സ്പാൻഡ് കൊടുക്കുക. ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്പാൻഡ്. ഓക്കെ, ഇപ്പോഴും വീണ്ടും ഫില്ലാണ് വന്നത്. ഫില്ലിനെടുത്ത് കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്തൊരു സ്ട്രോക്ക് കൊടുക്കുന്നു. ഓക്കെ, സ്ട്രോക്ക് തന്നെയല്ലേ വന്നത്. ഇതിനെ അങ്ങ് നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്താലേ അത് കറക്റ്റായിട്ട് വരുള്ളേ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. പോയിൻറ്റ്സ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. 1 2 3 ഇവിടെ കട്ടായി. ഇനി അടുത്ത ഏരിയക്കകത്തോട്ട് പോയിട്ട് ആ ഏരിയക്കകത്ത് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുക, കട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇല്ല, ഒന്നും കൂടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് ഡ്രാഗ് ചെയ്യാം. കളറൊന്ന് മാറ്റട്ടെ. സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുക, ഡിലീറ്റ്, സെലക്ട് ചെയ്യുക, ഡിലീറ്റ്, സെലക്ട് ഡിലീറ്റ്. ഒന്നുമില്ല, ഈ ഒരു പാത്ത് മാത്രമാണ് ഞാൻ ഡിലീറ്റ് ചെയ്യണത്. ഇനി ഇവിടെ കട്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുക, കട്ട്, ഡിലീറ്റ്. സോറി. ഓക്കെ, ഇപ്പോൾ രണ്ടും 2 ലൈനായിട്ടുണ്ട്. ഈ ലൈനും നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് രണ്ടും 2 ലൈനാണ് ഇപ്പോൾ. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രോപ്പർട്ടി നോക്കിക്കോണേ. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാം.
പുറത്ത് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യുക, പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലെയറിൻ്റെ അകത്താണ് അല്ലേ. വീണ്ടും ഞാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ്. അതും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിലീസ് കോമ്പോണൻറ്റ് പാത്ത് അത് കൊടുക്കുക. അതാകുമ്പോൾ അവിടെ നിന്ന് റിമൂവ് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു കളർ കൊടുക്കാമേ. വേറൊരു കളർ കൊടുത്തു, സ്ട്രോക്കിൻ്റെ അകത്താണ് വേറൊരു കളർ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രോക്ക് സ്വല്പം കൂടി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെയും സ്ട്രോക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻക്രീസ് ചെയ്യാം. 3 എടുത്തു. ഓക്കെ, ഇനി ഇതിന് തമ്മിൽ ബ്ലെൻഡ് ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന ഔട്ട് നമുക്ക് കിട്ടും. ഓക്കെ, രണ്ടും സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ് ബ്ലെൻഡ്, മേക്ക് ബ്ലെൻഡ്. ഒന്നുകൂടെ കുറയ്ക്കാം, ഒബ്ജക്റ്റ് ബ്ലെൻഡ് ഓപ്ഷൻ 100 വേണ്ട, 50 ആക്കാം. ഒബ്ജക്റ്റ് ബ്ലെൻഡ്, മേക്ക് ബ്ലെൻഡ്. കണ്ടോ, അപ്പോൾ ആ ഒരു ഫീൽ നമുക്ക് കിട്ടി തുടങ്ങി. 50 കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടെ ഒരു ഇത് മൊത്തത്തിൽ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബ്ലെൻഡ് ഓപ്ഷൻ 50 എന്നുള്ള ഞാൻ 25 ആക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് ബ്ലെൻഡ്, മേക്ക് ബ്ലെൻഡ്. കണ്ടോ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, വേറെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഔട്ട്പുട്ട് എന്താണ്, ഇത് നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് കണ്ടോ, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ F7 അടിച്ചു കഴിഞ്ഞാൽ ഈ ലെയറും കൂടെ അങ്ങ് ഓപ്പൺ അപ്പ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നമ്മൾ അലൈൻ ചെയ്യുക എന്നുള്ളത്, മീൻസ് അത് റിമൂവ് ചെയ്യുക എന്നുള്ളത്. എല്ലാം സെലക്ട് ചെയ്യുക, ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഷേപ്പ് ബിൽഡർ ടൂൾ വെച്ചിട്ട് ആവശ്യമില്ലാത്ത ഏരിയ എല്ലാം കട്ട് ചെയ്തും കളയുക, വരച്ച് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ഇത് വേറെ സോഫ്റ്റ്വെയറിലാണെങ്കിൽ പ്രശ്നമില്ല, ഇതിലാണെങ്കിൽ മാത്രമാണ് ആ ഒരു പ്രോബ്ലം ഉള്ളത്. കട്ട് ചെയ്ത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഔട്ട്പുട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. മനസ്സിലായോ? ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെയർ ടൂൾ എഴുതിക്കോ, സ്പ്രെയർ ടൂൾ, SPRAYER, സ്പ്രെയർ ടൂൾ. ഓക്കെ, അപ്പോൾ ഈ ടൂൾ കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിംബൽസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സിംബൽസ് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ വിൻഡോയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സിംബൽസ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും. വിൻഡോയ്ക്കകത്ത് സിംബൽസ്. ഓക്കെ, വിൻഡോയ്ക്കകത്ത് സിംബൽസ് ഉണ്ട്. ഇതാണ് നമ്മൾ സിംബൽസ് എന്ന് പറയുന്നുണ്ടോ. കണ്ടോ, എത്ര എണ്ണം വേണോ എനിക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സാധാരണ രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബൾക്കായിട്ടൊക്കെ പിടിച്ച് റൊട്ടേറ്റ് ഒക്കെ ചെയ്യുക എന്നുള്ളത്, ഫുൾ സെലക്ട് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ കണ്ടോ മെനക്കേടാണ്. അപ്പോൾ അതിന് പകരം അവർ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും സിമ്പിൾ വെച്ച് ചെയ്യാം. ഫസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്പ്രെയർ ടൂൾ. അതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദ സെലക്ഷൻ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ സിമ്പിൾ ഇൻസ്റ്റൻസ് ഓർ സെറ്റ്, ഡീസെലക്ട് ദ ന്യൂ സിമ്പിൾ ഓർ സെലക്ട് 1 അഡീഷണൽ സിമ്പിൾ ഇൻസ്റ്റൻസ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സിമ്പിളിനെ ഇതിൻ്റെ അടുത്ത് കളയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സിമ്പിൾ സ്പ്രെയർ അടിച്ചു കൊടുക്കുക. കണ്ടോ, ഒരു സിമ്പിളിൻ്റെ ആവശ്യമേ കാരണം എന്താണ്, ഇതിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നിങ്ങൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ഇതാ മനസ്സിലായോ? അപ്പോൾ അത് സിമ്പിൾസ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ഇത് ഉപയോഗിക്കരുത്. മനസ്സിലായോ? ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് സിമ്പിൾ ഷിഫ്റ്ററാണ്. അതിൻ്റെ ആ ഒരു ആരോ ഉണ്ട്, ആരോ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഏത് പൊസിഷനിലാണ് ഇതിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു പൊസിഷനിലേക്ക് അതിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതാ എത്ര ദൂരം വേണമെങ്കിലും ഇപ്പോൾ സിമ്പിളിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ, വേറെ ഒന്നിലും ഇത് വർക്ക് ചെയ്യില്ല. സിമ്പിൾസിൽ മാത്രം ആഡ് ചെയ്യാം, എത്ര സിമ്പിൾ വേണോ ആഡ് ചെയ്യേണ്ടത്. അതേപോലെ നമുക്ക് ഡീഫോൾട്ടായിട്ട് വേണമെങ്കിൽ പുതിയ സിമ്പിൾ നമുക്കും ആഡ് ചെയ്യാം. നമുക്ക് ചെയ്തിട്ട് നമ്മൾ സിമ്പിൾ ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത ഒരു ക്യാരക്ടർ എടുത്തത് ഇങ്ങനെ വരച്ചെടുത്തില്ല, അതിന് നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാം, അല്ല ഇവന് യൂസ് ഇല്ലല്ലോ. അതേപോലെ സിമ്പിൾസിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് സിമ്പിൾസ് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ന്യൂ സിമ്പിൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. സിമ്പിൾ കണ്ട ഓപ്പൺ സിമ്പിൾ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാഷൻ ആണെന്നുണ്ടെങ്കിൽ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലൈബ്രറി ആയിരിക്കും വരുന്നത്. കണ്ടോ
അതുപോലെ ഇനി ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ 3 ഡോട്ടില്ലേ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സിമ്പിൾ ലൈബ്രറിക്കകത്ത് ഇപ്പോൾ മൊബൈൽ ഫോൺസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഫോൺസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് സംഭവങ്ങളുണ്ട് സിമ്പിൾസ്. അപ്പോൾ എവിടെ എന്തൊക്കെ യൂസ് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടോ, ഇതാ റിബൺസ്, റിബൺ ആണെങ്കിൽ റിബൺസിനുള്ള സംഭവം കണ്ടോ, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പോസ്റ്ററൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇതിനെ നമുക്ക് സിമ്പിളിൽ നിന്ന് ബ്രേക്കൊക്കെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് പോയിൻ്റ് എക്സ്പാൻഡ് അടിച്ചു കൊടുത്താൽ മതി. കണ്ടോ, അത് കട്ടാവും. അതും അതിൻ്റെ കളറും മാറ്റാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് തന്നെ ബ്ലെൻഡ് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറിയിട്ട് ഒന്നും കൂടെ അൺഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. ബാക്ക് അടിച്ചിട്ട് മേക്ക് കോമ്പണൻറ്റ് പാത്ത്, ബ്ലാക്ക് മാറ്റി വേറെ കളർ കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഗ്രേഡിയൻ്റ് കൊടുക്കാം. ഒന്നുകൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് കോമ്പണൻ്റ് ഒബ്ജക്റ്റ്, നമുക്കൊരു കളറ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം, അതായിരിക്കും ബെറ്റർ. ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് സ്ട്രോക്ക് മാത്രമേ വർക്ക് ചെയ്യാനുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഒന്നും കൂടെ ഒബ്ജക്റ്റിൻ്റെ അത് പോവുക, എക്സ്പാൻഡ് അപ്പിയറൻസ് ഉണ്ടോ. അപ്പോൾ സ്ട്രോക്കും ഫില്ലും പോയല്ലോ. ഇനി നമുക്ക് ആഡ് ചെയ്യാമല്ലോ. മനസ്സിലായോ? അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതാ ഇതിപ്പോൾ ഒരുപാട് ഇതായിപ്പോൾ അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യേണ്ടത് നിന്ന് വീണ്ടും ലൈബ്രറിക്കകത്തുനിന്ന് ഒരു ചാർട്ട് എടുക്കാം. ചാർട്ട് ഒരു സുഖമില്ല. ഇവിടെ നിന്ന് സിമ്പിൾ ലൈബ്രറിക്കകത്ത് ഫ്ലവേഴ്സ് എടുക്കാം. ഓക്കെ, ഒരു ഫ്ലവർ എടുത്ത് ഇങ്ങനെ വെച്ചു. ഓക്കെ, നമുക്ക് ഈ ഫ്ലവറിനെ എഡിറ്റ് ചെയ്യണം അല്ലേ, നമുക്ക് ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്പാൻഡ്. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്പാൻഡ് സെലക്ട് ചെയ്തിട്ട് ഒരെണ്ണം കട്ടായി ഉണ്ടോ. ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതിൻ്റെ അത് ബ്ലെൻഡ് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത് ഇങ്ങനെ കയറി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം അൺഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ്, ഒന്നും കൂടെ അൺഗ്രൂപ്പ് ചെയ്യുക. എഡിറ്റിൻ്റെ അകത്ത് എക്സ്പാൻഡ്, നമുക്ക് സ്ട്രോക്ക് മാത്രം വീണാൽ നോക്കാം. വീണല്ലോ, സ്ട്രോക്ക് വീണല്ലോ. ഓക്കെ, ഇനി ഒന്നും കൂടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് ആയല്ലോ. കണ്ടോ, ഇനി നമുക്ക് കളർ കൊടുക്കാമല്ലോ. ഓരോന്നിനും കളർ കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓരോന്നും ഓരോ പീസായിട്ടുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാം. കണ്ടോ, അപ്പം ഇത് വെറുതെ അല്ല, വെറുതെ തന്നിട്ടുള്ളതല്ല, നമുക്ക് യൂസ് ചെയ്യണ്ടേ. അവർ തരുന്നൊരു സംഭവം ചുമ്മാ അത് മാത്രം യൂസ് ചെയ്താൽ പോരല്ലോ. നമുക്ക് യൂസ് ചെയ്യണം കൂടെ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്തിട്ട് അൺഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ടും വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു കോമ്പൗണ്ട് ഒബ്ജക്റ്റായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എക്സ്പാൻഡ് അപ്പിയറൻസ് അടിക്കുക. അപ്പോൾ എക്സ്പാൻഡ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പ്രാവശ്യം സ്ട്രോക്ക് കിട്ടും, അടുത്ത ചെയ്യുമ്പോൾ നമുക്ക് ഫില്ലും കിട്ടും. ഓക്കെ, എവിടെയാണുള്ളത്? ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്പാൻഡ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒബ്ജക്റ്റായിട്ട് മാറിയേ. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം, ഇത് നമ്മൾ ഇനി സിമ്പിളിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പം ഞാൻ ഈ സിമ്പിൾ ഷിഫ്റ്റർ ടൂൾ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അത് സിമ്പിൾ അല്ല. ഇപ്പം പ്ലീസ് സെലക്ട് സിമ്പിൾ ഇൻ സെൽസ് ഓർ എ സിമ്പിൾ സെറ്റ്. അതായത് ഒരു പ്രാവശ്യം അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് സിമ്പിളാക്കി കൊണ്ടുവരാൻ പറ്റില്ല. മനസ്സിലായ സംഭവം? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിതിനെ ഗ്രൂപ്പ് ചെയ്യാം. Ctrl+G ഫോർ ഗ്രൂപ്പ്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾസ് ഉണ്ടല്ലോ, കണ്ടോ, ഇതിനെ വലിച്ച് അതിൻ്റെ സിമ്പിൾസിൻ്റെ അകത്തിട്ട് കണ്ടോ, എന്നിട്ട് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഓക്കെ, ഇപ്പോൾ സിമ്പിളാണോ ഇല്ല എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സിമ്പിളായോ അങ്ങനെ ചെയ്യാം. മനസ്സിലായ സംഭവം? ഈ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലായാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സിമ്പിളാണ്, സിമ്പിൾ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്ത് പിന്നെ നമുക്ക് യൂസ് ചെയ്യണ്ടേ, സിമ്പിളായിട്ട് വലിച്ച് ആ ലൈബ്രറിയിലോട്ട് ഇടുക, സിമ്പിൾ ലൈബ്രറിയിൽ. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് അതിനെ ട്യൂക്ക് ചെയ്തെടുക്കാം. 2-3 വട്ടം ചെയ്ത് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലേ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാൻ അതിനെ വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തു. അടുത്ത പ്രോപ്പർട്ടി നോക്കാം. 2 എണ്ണമാണ് പറഞ്ഞത്, സിമ്പിൾ സ്പ്രെയറും സിമ്പിൾ ഷിഫ്റ്ററും. ഇത് തന്നെ ഇട്ട് ചെയ്യാം, വേറെ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ച്
എന്നിട്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് സിമ്പിൾ സ്പ്രേ ചെയ്ത് പോയി, രണ്ടാമത്തത് ഷിഫ്റ്റ് ചെയ്ത് പോയി, മൂന്നാമത്തത് സ്ക്രഞ്ചർ. അത് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും നമുക്ക് ഇതുണ്ടോ, ഇത് ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ ആക്കാം. തിരിച്ച് ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ചും കൊണ്ടുവരാം. അത് മൂവ് ചെയ്ത് കണ്ടോ ഏരിയക്കകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. സൈസ് ഇങ്ങനെ കൂടിയെന്ന് വെച്ചോ, ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ സൈസ് കുറയ്ക്കാം. മനസ്സിലായ? അതായത് ഇത് ഇങ്ങനെ കൂടിപ്പോയി എന്ന് വിചാരിക്കുക, കുറയ്ക്കണമെങ്കിൽ എല്ലാം ഓൾട്ടാണ്, ഓൾട്ട് ഹോൾഡ് ചെയ്ത് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ളതായി, അടുത്ത സ്പിൻ ചെയ്യാനുള്ളത്, കറക്കാനുള്ളതാണ്. ഇങ്ങനെ ഓരോ ഒബ്ജക്റ്റും അല്ലെങ്കിൽ ആ 2 ഒബ്ജക്റ്റിനെയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കറക്കാം. ഇതാണെങ്കിൽ ഇത് 2 സെറ്റായിട്ടാണ് വരുന്നത്. 2 ഒബ്ജക്റ്റ് ആയിട്ട് വരും. വീണ്ടും സെലക്ട് ചെയ്യുക സിമ്പിൾ സ്റ്റെയിനർ ടൂൾ. സിമ്പിൾ സ്റ്റെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ലൈറ്റും ഡാർക്ക് കളറിലോട്ട് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. ഓൾട്ട് ഹോൾഡ് ചെയ്യണേ, ഓൾട്ട് എന്നാലേ തിരിച്ചു വരുള്ളൂ. എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്യുക. അടുത്തത് സിമ്പിൾ സ്ക്രീനർ ടൂൾ. അത് ഒപ്പാസിറ്റി കുറയാനാണ്. ഓൾട്ട് ഹോൾഡ് ചെയ്താൽ നമുക്ക് തിരിച്ചെടുക്കാം. ഒന്നുകൂടെ പറയാം, ക്ലിക്ക് ചെയ്താൽ ഒപ്പാസിറ്റി കുറയും. കണ്ടോ കുറഞ്ഞ് പോകും. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി കൂടി വരും. ഓക്കെ, എല്ലാത്തിനും നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്റ്റൈലറാണ്. അത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ വർക്ക് ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് സെലക്ട് എ സ്റ്റൈൽ ഫ്രം ദ ഗ്രാഫിക് സ്റ്റൈൽ പാനൽ. അപ്പോൾ നമ്മൾ നേരെ ഗ്രാഫിക് സ്റ്റൈൽസിലോട്ട് പോവുക. എവിടെ വരുമ്പോൾ ഗ്രാഫിക് സ്റ്റൈൽ ലൈബ്രറി ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു 3D എടുത്തു എന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 3D ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് കഴിയുമ്പോൾ കണ്ടോ ഇത് മൊത്തം 3D ആവും. നോക്കിയേ കണ്ടോ, ഒബ്ജക്റ്റേ 3D ആയി. നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഏത് ഒബ്ജക്റ്റ് ഏത് ഇതിൽ ഇട്ടാലും നമുക്കതിനെ 3D ആയിട്ട് വരും. എന്താ കണ്ടോ 3D ആയതുണ്ടോ. ഇപ്പോൾ 2D ആയിരുന്ന ഒബ്ജക്റ്റിന് നമുക്ക് 3D ആക്കാം. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3D ആയി. ഓക്കെ, അപ്പോൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സിമ്പിൾ സ്റ്റൈലർ ടൂൾ. കുറച്ച് ഹാങ് ആയിരിക്കും, കാരണം എന്ന് വെച്ചാൽ 3D ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വലിച്ചിടണ്ട, അത് കുറച്ച് റിസ്ക്കാണ്. വെറുതെ ഇതിനെ മാത്രം വലിച്ചിടാം. ഭയങ്കര ഹാങ് ആണ്. ഇതിനങ്ങ് എടുത്ത് കളയാം, നല്ലത്. ഒരു കാര്യം ചെയ്യാം, ഒരു ലൈൻ വല്ലതും വരയ്ക്കാം. എന്നിട്ട് ഓക്കെ വീണേ, ഒരു ലൈനിൽ ഇത് വീണു. ഇനി നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ്, വിൻഡോയ്ക്കകത്ത് ഏതാണ് ഗ്രാഫിക്സ് സ്റ്റൈൽസ്, അതിൻ്റെ അകത്തൊരു നിയോൺ എഫക്റ്റ് എടുത്തു. നിയോൺ എഫക്റ്റ് എടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഡ്രാഗ് ചെയ്തിടാം. ഇപ്പോൾ ആയല്ലോ കണ്ടോ, നിയോൺ എഫക്റ്റ് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈലർ ടൂൾ വെച്ചിട്ട് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റാം. ഓക്കെ, ഒന്നുകൂടെ പറയാമേ. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വരച്ചു, അല്ലെങ്കിൽ ഒരു ഏതെടുക്കാം, ഇവിടെ നിന്ന് തന്നെ ഒരു ഒബ്ജക്റ്റിനെ എടുത്തു, ഡ്രാഗ് ചെയ്തിട്ടു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തൊരു ഏതെടുത്തു, ഒരു നിയോൺ എഫക്റ്റ് ഇട്ടു. കണ്ടോ, ഇപ്പോൾ രണ്ടും കൂടെ ബ്ലെൻഡായി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സിമ്പിൾ സ്റ്റൈലർ എടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. കണ്ടോ, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടിടാൻ പറ്റും. മനസ്സിലായ സംഭവം? രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതായത് ഈ ഒരു സംഭവത്തിന് നമുക്ക് എഡിറ്റ് ചെയ്യണം. ഏതാണ്
സിമ്പിളിൻ്റെ സ്റ്റൈൽ നമുക്ക് എഡിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു സിമ്പിൾ ഉണ്ട്. ഇതിൻ്റെ സ്റ്റൈൽ എനിക്ക് മാറ്റണം. അപ്പം ചുമ്മാ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റൈൽ മാറില്ല. പകരം നമ്മൾ ഏത് എടുക്കുക, ഗ്രാഫിക് സ്റ്റൈലിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് മാറ്റേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് സ്ക്രിബിൾ എഫക്റ്റാണ് വെക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും, ഇതിന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇട്ടു. മനസ്സിലായോ? ഈ കറക്റ്റ് പൊസിഷനിൽ ഇട്ട് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സ്റ്റൈൽ ചേഞ്ച് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഒബ്ജക്ട്സിലും പ്രോപ്പറായിട്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെന്നില്ല, എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ അത് ബ്ലെൻഡ് ആയിട്ട് വരും. പക്ഷേ വേറൊരു ഒബ്ജക്റ്റിന് നിങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റ് തന്നെ നിങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റിൽ ഇട്ടാൽ എങ്ങനെ ഇരിക്കും? ബ്ലെൻഡ് ആവുമോ? ഇല്ല. വേറൊരു ഒബ്ജക്റ്റിന് ഇട്ടാൽ ബ്ലെൻഡ് ആവുമോ? ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഒബ്ജക്റ്റിന് ഇടുകയാണെന്ന് വെച്ചോ, കണ്ടോ രണ്ടും കൂടെ ബ്ലെൻഡായി. മനസ്സിലായ സംഭവം? വീണ്ടും ഞാൻ എന്നെ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഇതിനെ ബ്ലെൻഡാക്കി. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് കൂടെ ബ്ലെൻഡായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ സ്റ്റൈലർ ടൂൾ. ഓക്കെ, എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, സിമ്പിൾ എഡിറ്റ് ചെയ്യാം. കണ്ടോ, സിമ്പിളിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം, തിരിച്ചു വരാം, സിമ്പിളിനെ എഡിറ്റ് ചെയ്യാം. വേറെ ഒന്നുമില്ല, അത് എഡിറ്റും ഇത് മാത്രം. പിന്നെ ബ്രേക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന്. ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്പാൻഡ് അപ്പിയറൻസ് അടിച്ചിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതാ മാറ്റി എല്ലാം സെപ്പറേറ്റ് പീസാക്കി ഇതിനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് കളറും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. നോക്കിയാൽ കണ്ടോ?